ഹലോ മൈഡിയ തക്കിടുകിടുസ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഓട്ടോപാച്ചിലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആവാൻ 10 മിനിറ്റ് മതി. പക്ഷേ എൻ്റെ മക്കൾ നേരത്തെ വന്നു തുടങ്ങും. അപ്പോൾ അവർ വരുമ്പോൾ ക്ലാസ് റൂമും കാര്യങ്ങളും സെറ്റ് ആക്കി വെക്കണമല്ലോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സംഭവമില്ല, അതെൻ്റെ സാരീൻ്റെ വിത്ത് ബ്ലൗസാണ്. അത് ഇതുവരേക്കും മുറിച്ച് മാറ്റില്ല. ഇത് ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് എഞ്ചോട്ട് വാങ്ങി തന്ന സാരിയാണ്. അപ്പോൾ തലേന്ന് പോയി വാങ്ങിയോണ്ട് തന്നെ ആ ടൈമിൽ ഞാൻ വേറെ ഓൾറെഡി ഉള്ള ഒരു ബ്ലൗസ് എനിക്കൊന്ന് ഈ ബ്ലൗസ് തന്നെയാണ് ആ ടൈമിലും ഉടുത്തിട്ടുണ്ടായിന്. അപ്പം സാരിയെല്ലാം ഞാൻ തലേന്നേ പിന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ ആകുമ്പോൾ ഈ ഓട്ടപ്പാച്ചിൽ കുറച്ച് കുറക്കാൻ പറ്റുമല്ലോ. ഒന്നാമത് എനിക്ക് ഭയങ്കര തടിയായതുകൊണ്ട് എനിക്ക് സാരിക്ക് മുമ്പിൽ ഒരുപാട് പ്ലീറ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും കൂടി ആകുമ്പോഴത്തേക്ക് പറയണ്ടല്ലോ കാര്യം. അങ്ങനെ ഏകദേശം സാരിയിലോട്ട് സെറ്റായി എന്നെ മുടി കെട്ടി കണ്ണെഴുതി ഒരു പൊട്ട് വെക്കണം, ഇത്രയോ. അങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ എത്ര സമയമില്ലെങ്കിൽ ഞാൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കലുണ്ട്. ഒരു സെക്കൻഡെങ്കിലും ഞാൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ സ്നേഹിച്ച് മാത്രം ഇരുന്നാൽ പോരല്ലോ, വയറ്റിലേക്ക് എന്തെങ്കിലും പോണേ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് പിടിയാണ് കേട്ടോ. അപ്പോൾ ഈടെ ട്രിവാൻഡ്രത്ത് ഇനി എന്നാ പറയില്ലെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പിടിയെന്നാ പറയില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ ക്ലാസ് റൂമിൽ ഭയങ്കര ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആണ് കേട്ടോ. അതെല്ലാവരും പറയലുണ്ട്. ശരിക്കും ഞാൻ അവരങ്ങനെ ആക്കിയതാണ്. ശരിക്കും ഇടയ്ക്ക് എനിക്ക് സങ്കടം തോന്നും അവരിങ്ങനെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതാണുമ്പോൾ. പക്ഷേ അവർക്ക് അതിനുള്ള മിണ്ടാനുള്ള ടൈമൊക്കെ ഞാൻ കൊടുക്കും. പക്ഷേ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊരു കെയർലെസ് ആവരുതല്ലോ. ഞാനിങ്ങനെ ഓവറായിട്ട് ഞാൻ അവരെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലാസ് റൂമിലും അതങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ അതിനോടൊരു കെയർലെസ് ആവരുതല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ.